ബിഗ് ബോസ് അഗ്നിപരീക്ഷ തീ മാറാൻ ഇനി ഒരേ ഒരു ദിവസം മാത്രം. ഇന്ന് 14-ാം തീയതി ആയല്ലേ. നാളെ 15-ാം തീയതിയോട് കൂടി നമ്മുടെ മുമ്പിലേക്ക് ബിഗ് ബോസ് മലയാള സീസൺ 8ന്റെ അഗ്നിപരീക്ഷ തുടങ്ങാനായി. അതുപോലെ തന്നെ സെപ്റ്റംബർ 6-ാം തീയതിയോട് കൂടി മലയാളം ബിഗ് ബോസ് സീസൺ 8ന്റെ ഗ്രാൻഡ് ലോഞ്ച് വരാൻ പോവുകയാണ്. നമ്മുടെ കേരളം കത്തിക്കാൻ പോവുകയാണെന്നൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത്. മൺഡേ ടു ഫ്രൈഡേ രാത്രി 10 മണിക്കും അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ രാത്രി 9 മണിക്കുമാണ് ഷോയുടെ ടെലികാസ്റ്റ് ടൈം വരുന്നത്. 40 പേരിൽ നിന്ന് 20 പേരിലേക്ക് അഗ്നിശുദ്ധി വരുത്തി അതിൽ നിന്ന് ഒരു 5 പേരോ അല്ലെങ്കിൽ 6 പേരോ ആണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ആ ഒരു വലിയ വീട്ടിലേക്ക് കയറാൻ പോകുന്നത്. അതാരാണെന്നൊക്കെ അറിയാനായിട്ടുള്ള ആകാംക്ഷ നിങ്ങളിലും ഉണ്ടാകും അല്ലെ? തീർച്ചയായും 1-2 പേരുടെയൊക്കെ പേര് കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് ലീക്ക് ആയിട്ടുണ്ട്. എങ്കിലും അതിലെ ത്രില്ലും കാര്യങ്ങളൊന്നും ഞാൻ കളയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതൊക്കെ ഒരു സസ്പെൻസ് ആയിട്ടിരിക്കുന്നത് തന്നെയല്ലേ അതിൻ്റെതായ ഒരു ഭംഗി. അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റും കൂടി രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളം അഗ്നിപരീക്ഷയുടെ പ്രമോ 1-2 ഒന്നല്ല കേട്ടോ, ഒരുപാട് പ്രമോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെറും പ്രമോ മാത്രമല്ലത്, ആ പ്രമോയിൽ ഒരുപാട് ട്വിസ്റ്റുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആ പ്രമോയിൽ ജഡ്ജസ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന 3 പേർ മാത്രമല്ല, മറ്റ് പല ജഡ്ജസും കൂടി അതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ബോസ് അഗ്നിപരീക്ഷയുടെ കൗണ്ട് ഡൗൺ പ്രമോസ് ഒരുപാട് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ എക്സ് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള രജിത് കുമാർ, സെറീന, നാദ്ര, അങ്ങനെ തുടങ്ങിയ സുചിത്ര, ഇങ്ങനെ ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ സീരിയൽ രംഗത്ത് നിൽക്കുന്ന സീരിയൽ നടിമാരും ഒക്കെ ഈ കൗണ്ട് ഡൗൺ പ്രമോയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും എല്ലാവരിലും ആകാംക്ഷ ജനിപ്പിക്കാൻ പോകുന്ന ഒരു ഷോ തന്നെയായിരിക്കും അഗ്നിപരീക്ഷ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു ബിഗ് ബോസിന്റെ മിനി വേർഷൻ ആണ് അഗ്നിപരീക്ഷ. കാരണം നമ്മളെല്ലാവരും ഈ 1 മുതൽ 7 സീസൺ വരെ കണ്ടിരിക്കുന്നത് ബിഗ് ബോസിന്റെ മെയിൻ സീസൺസ് ആണ്. അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കോമണേഴ്സിന് ഇത്രയധികം സാഹചര്യം അല്ലെങ്കിൽ ഇത്രയധികം അവസരം കൊടുക്കുന്ന ഈ ഒരു ഷോ, ഏതൊക്കെ കോമണേഴ്സ് ആണ് നമ്മുടെ ഇടയിൽ നിന്ന് ആരൊക്കെയാണ് ആ ഒരു ഷോയിലേക്ക് വരുന്നത് എന്നൊക്കെ തീർച്ചയായും നമ്മളെല്ലാവരും അറിയാൻ ആകാംക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത് അല്ലെ. കോമണേഴ്സ് ആരാണെന്ന് സസ്പെൻസ് ആക്കി വെച്ചിട്ടാണ് കോമണേഴ്സിനൊക്കെ മാസ്ക് ഒക്കെ വെച്ചിട്ട് അവരുടെ പ്രമോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ തെലുങ്കുലും അതുപോലെ തന്നെ ഹിന്ദിയിലും ഒക്കെ ഉണ്ട് ഈ മാസ്ക് മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരുത്തരും അങ്ങനെ എൻട്രി ചെയ്യാറുണ്ട്. അപ്പം അതിന്റെയൊക്കെ ഒരു രീതിയിലാണ് ഈ പ്രാവശ്യം മലയാളത്തിലും ഈ ഒരു പ്രമോയിലും കാര്യങ്ങളിലൊക്കെ മാസ്ക് ഒക്കെ വെച്ചിട്ട് 3 പേരുടെ പ്രമോസ് വന്നത്. ആ 3 പേരുടെ പ്രമോയുടെ താഴെയും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രത്യേകിച്ച് അത് ആരൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ പേരും കാര്യങ്ങളും ഒക്കെ മെൻഷൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ മെൻഷൻ ചെയ്യുന്നത് അത് സ്പോയിലർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മളൊക്കെ അതിയായ ആകാംക്ഷയോടെ ഇരിക്കുന്നത് ആരാണ് എന്ന് അറിയാനായിട്ടാണ്. അപ്പൊ ആ ഒരു ഷോ തുടങ്ങി അതിന്റെ ആ സസ്പെൻസ് പൊട്ടുമ്പോഴാണ് തീർച്ചയായും നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഇതുപോലെ സ്പോയിലർ ആയിട്ട് ഓരോരുത്തരും ഓരോ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. കോമണേഴ്സ് ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞ പലരും പുറത്തു വിടുന്നുണ്ട്. ദയവ് ചെയ്ത് അതിലേക്കൊന്നും ചെന്ന് ചാടാതിരിക്കുക. കാരണം ഒരു ഷോ എന്ന് പറയുന്നത് അവർ അത്രയേറെ സീക്രട്ട് ആയിട്ട് നടത്താൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത് പ്രമോസും കാര്യങ്ങളും ഒക്കെ മാസ്കും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അത് ആരാണ് അല്ലെങ്കിൽ ആ ഒരു കോമണേഴ്സ് ആരാണെന്നൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടൊക്കെ അവർ പ്രമോസ് പുറത്തു വിടുന്നത്. അതുപോലെ തന്നെ കോമണേഴ്സ് എന്നുള്ള വ്യാജേന അതിൽ ക്രൂ മെമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ടൊക്കെ ഈ വീഡിയോസ് കാര്യങ്ങൾ പ്രമോസ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം ആൾക്കാർക്ക് പെട്ടെന്ന് പിടികിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിങ്ങനെ പുറത്തേക്ക് വിടുന്നത് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു സസ്പെൻസ് ആയിട്ട് ഇരിക്കുമ്പോ തന്നെയല്ലേ കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത്. നമ്മുടെ എക്സ് കണ്ടസ്റ്റൻസിന്റെ ഓരോ പ്രമോയിൽ നിന്നും അവർ കൊടുത്തിരിക്കുന്നത് വെറും പ്രമോസ് മാത്രമല്ല, അതിൽ വരുന്ന ഗെയിംസിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് ആ ഒരു അഗ്നിപരീക്ഷ എന്നുള്ളതിന്റെ പല പല സൂചനകളും കാര്യങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ട് അവർ അതിൽ പറയുന്നുണ്ട്. അത് ഗെയിംസിന്റെ കാര്യമായിക്കോട്ടെ, അത്യാവശ്യം ഫിസിക്കലായിട്ടും മെന്റലി ടൈപ്പ് ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളും ഒക്കെ അതിലുണ്ടെന്നാണ് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അതുപോലെ മെഡിക്കൽ സപ്പോർട്ട് ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം എന്തൊക്കെയോ അതിന്റെ അകത്തുണ്ട് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ ഒരു ഫാൻ ബേസ് ഉണ്ടാകുന്നത് ബിഗ് ബോസ് അഗ്നിപരീക്ഷയ്ക്കാണോ അല്ലെങ്കിൽ ബിഗ് ബോസ് മെയിൻ ഷോയ്ക്കാണോ എന്നുള്ളത് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. അതുപോലെ തന്നെ ഇവര് പറയുന്ന ഇത്രയും വലിയ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ എന്നുള്ളത് ആ ഒരു ഷോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഇതിന് മുൻ സീസണുകളിലും നമുക്ക് സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഭയങ്കര ബിൽഡപ്പ് കൊടുത്ത പ്രമോയും കാര്യങ്ങളും ജനങ്ങളിലേക്ക് എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇട്ട് തരിക. പക്ഷെ അവസാനം ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിയ ഷോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എന്തൊക്കെയോ വലിയ കാട്ടുതീകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ കാട്ടുതീക്ക് കെട്ടുപോയ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതേ രീതിയിലേക്ക് ആകാതിരിക്കട്ടെ എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം ഇനിയും പ്രമോസും കാര്യങ്ങളും ഒക്കെ എന്തായാലും വരും. അടിപൊളിയായിരിക്കും ഈ ഷോ എന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത്
കമന്റ് ബോക്സിൽ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തി. ഇനി ഒരൊറ്റ ഒരു ദിവസം ഇന്നൊരു രാത്രി കൂടി കഴിഞ്ഞാൽ നാളെ രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ മുമ്പിലേക്ക് ബിഗ് ബോസ് അഗ്നിപരീക്ഷ എത്തുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. See you.